അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നേതാക്കന്മാർ പറഞ്ഞത് എന്താ അറിയോ? വൈകി വന്ന വിവേകം, ബിലേറ്റഡ് ജസ്റ്റിസ് എന്നാണ്. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വൈകിട്ടാണെങ്കിലും നല്ല കാര്യം ചെയ്തല്ലോ എന്ന്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ അതിനെ അംഗീകരിച്ചു. ഇത് ലേറ്റായിപ്പോൾ, ഇത്രയും കാലം BJP ഒത്തു കളിക്കുകയായിരുന്നു, ഇപ്പോൾ ഏതായാലും ലേറ്റായിട്ടാണെങ്കിൽ അറസ്റ്റ് ചെയ്തത് നന്നായി എന്നാണ് പറഞ്ഞത്. ഇലക്ഷന്റെ തൊട്ടു മുൻപാകെയുള്ള അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതം എന്ന നിലയ്ക്കാണ് അന്ന് രാഹുൽ ഗാന്ധി അടക്കം പ്രതികരിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങയുടെ വാദം തുടരാം. ഞാൻ രാഹുൽ ഗാന്ധിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഡൽഹിയിലെ, കാരണം ഈ പരാതി കൊടുത്തത് ഡൽഹി കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആണല്ലോ, അനിൽ ചൗധരി ആണല്ലോ. അപ്പൊ ഡൽഹിയിലെ ലോക്കൽ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതികരണം ഞാൻ പറഞ്ഞത്. അവരിതിനെ സ്വാഗതം ചെയ്തു. അവർ പറഞ്ഞു BJP ഇത്രയും കാലം ഒത്തുകളിച്ചു, ഇപ്പോഴെങ്കിലും ചെയ്തല്ലോ എന്ന്. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. ഞങ്ങളിപ്പോൾ പറയുന്നത് EDയുടെ കുറ്റപത്രത്തിൽ രേഖകൾ ഉണ്ടാവണമല്ലോ. ED ഒരു ജില്ലാ കോടതിയിലല്ലേ കുറ്റപത്രം ഫയൽ ചെയ്തിരിക്കുന്നത്, ഫൈനൽ റിപ്പോർട്ട്. ആ ഫൈനൽ റിപ്പോർട്ടിന് ഉപോത്ബലകമായ തെളിവുകൾ അവിടെ ഹാജരാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ കോടതി കുറ്റപത്രം അടക്കില്ലേ. അപ്പോൾ കോടതിക്ക് അത് പരിശോധിക്കണം, ED പറയുന്നത് ശരിയാണോ എന്ന് പ്രാഥമികമായി പരിശോധിച്ചതിന് ശേഷം ഈ കോടതി കുറ്റപത്രം സ്വീകരിക്കുള്ളൂ. അതുവരെയെങ്കിലും ഒന്ന് ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. EDയുടെ കുറ്റപത്രം കോടതി ഒന്ന് പരിശോധിച്ചോട്ടെ, എന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ, അതല്ലേ അതിൻ്റെ ശരി. സ്വാഭാവികമായും അതാണ്. അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണ്, അതിന്റെ സാങ്കേതിക വശം അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരള പോലീസ് EDക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ ഇതിപ്പോ 2/8/21 വിശദമായ റിപ്പോർട്ട് EDക്ക് കേരള പോലീസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം 3 വർഷക്കാലം ED ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും ഉണ്ടായില്ല എന്നുള്ളതും അങ്ങ് നേരത്തെ പറഞ്ഞ ആരോപണങ്ങളുടെ ഒരു പട്ടികയിൽ വരുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് K. സുരേന്ദ്രൻ ഒഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ EDയുടെ ഒരു കുറ്റപത്രം വരുന്നു. ED അന്വേഷണം ജാനുവരിയിൽ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് തൊട്ട് പിന്നാലെ എന്നുള്ളതും രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് അങ്ങേക്ക് പ്രതിരോധിക്കാവുന്നതും പറയാവുന്നതും എല്ലാമാണ്. അതിൽ പക്ഷേ രാഷ്ട്രീയ അന്വേഷണമേ ഇല്ല. ഈ ഹൈവേ റോബറി അന്വേഷിക്കാനാണെങ്കിൽ കേരള പോലീസ് ധാരാളമായിരുന്നില്ലേ? എന്തിനാണ് ED വരുന്നത് അതിൽ? അല്ല, അതിലെന്താ പ്രശ്നം അറിയോ? ഈ EDയിലെ വിളിച്ചു വരുത്തിയത്, EDനെ കോർട്ടിലേക്ക് പങ്കിട്ട് കൊടുത്തത് ക്രൈംബ്രാഞ്ചാണ്. ആദ്യമായി ഈ സംഭവം നടക്കുന്നു. സംഭവം നടന്ന ഉടനെ ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മരാജൻ്റെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളി അങ്ങോരാണ് ആദ്യത്തെ FIR ഇടുന്നത്. അതിനുശേഷം ധർമ്മരാജനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അന്ന് ധർമ്മരാജൻ കൊടുത്ത മൊഴി കേരളത്തിലെ എല്ലാ ചാനലുകളിലും വന്നതാണ്. ആ മൊഴിയിൽ അത് എൻ്റെ കൈവശമുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കൈവശമില്ല, ഞാൻ സംഘടിപ്പിച്ച് വേണം തരാം. ആ മൊഴിയിൽ പറയുന്നത്, ഞാൻ ബോംബെയിൽ നിന്നും ബിസിനസ് ആവശ്യാർത്ഥം കൊണ്ടുവന്ന പൈസയാണ്, അത് ഞാൻ എൻ്റെ എൻ്റെ സ്റ്റാഫിൻ്റെ കൈവശം കൊടുത്തയക്കുമ്പോൾ അത് ഇങ്ങനെ കൊള്ളയടിച്ചു പോയി. അത് 3.25 കോടിയോ എന്തൊരു കണക്കുണ്ട്, ഒരു വലിയ തുകയാണ്, അത് എൻ്റെ പൈസയാണ് എന്ന് പറഞ്ഞിട്ടാണ് മൊഴി കൊടുക്കുന്നത്. ആദ്യ മൊഴി അതാണ്, ആദ്യത്തെ മൊഴി. പിന്നീട് ലോക്കൽ പോലീസിനെ മാറ്റി അന്വേഷണത്തിൽ നിന്ന്. എന്നിട്ട് CPMൻ്റെ ഫ്രാക്ഷനായ ഉദ്യോഗസ്ഥന്മാർ വന്നു. പോലീസ് സേനയിലെ CPM ഫ്രാക്ഷനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ ഏൽപ്പിച്ചു അന്വേഷണം. അവരാണ് ധർമ്മരാജന് ഈ പൈസ കൊടുത്തത് BJP ആണെന്ന് വരുത്തിയത്. അവരാണ് വരുത്തിയത്. ധർമ്മരാജന് ഈ പൈസ കൊടുത്തത് BJP ആണ്. ഈ പൈസ BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആഫീസിൽ നിന്ന് ധർമ്മരാജൻ എടുത്തോണ്ട് പോയി എന്നൊക്കെ അവർ പറഞ്ഞത്. ഈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആഫീസിലെ CCTV ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തതാ. അത് എന്നിട്ട് പറഞ്ഞ് ടാമ്പർ ചെയ്തിട്ടില്ല എന്നാ. ക്രൈംബ്രാഞ്ച് അത് വിശ്വസിച്ചു. അത് അൺടാമ്പേർഡ്, അതായത് കൃത്രിമം കാണിക്കപ്പെടാത്ത CCTV ഫുട്ടേജ് ആണെന്ന് പറഞ്ഞു. അതിൽ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ശരി, അത് അങ്ങ് പറഞ്ഞതിൽ പക്ഷേ വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. കാരണം ഈ പറയുന്ന 3.5 കോടിയുടെ കണക്കൊന്നും ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3-ാം തീയതി ഈ തട്ടിപ്പുണ്ടാകുന്നു, റോഡ് സൈഡ് റോബറി ഉണ്ടാകുന്നു. മൊഴി ഞാൻ ഇട്ടുതരാം. മൊഴി അങ്ങിട്ടാരുണ്ട്, എന്റെ കയ്യിലുണ്ട്. റോഡ് സൈഡ് റോബറി നടക്കുന്നു. 7-ാം തീയതി, ഒരു മിനിറ്റ് 7-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. സ്വന്തം പണം ഏതാണ്ട് 3-3.5 കോടി രൂപ വഴിയെന്നാരോ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞൊരു പരാതി 4 ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ കൊണ്ടുപോയി. അദ്ദേഹത്തിന് അപ്പോഴും നോവില്ല, ഡ്രൈവർക്കാണ് വേദന, അയ്യോ എന്റെ മുതലാളിയുടെ 3.5 കോടി പോയല്ലോ എന്ന്. എന്നിട്ട് പോയി പരാതി കൊടുക്കുന്നു. ഈ പരാതിയിൽ FIR-ൽ ഒരു മിനിറ്റ് FIR-ൽ പറഞ്ഞിരിക്കുന്നത് അല്ല FIR അല്ല അങ്ങ്. പക്ഷെ ഇപ്പോ അങ്ങ് ഇവിടെ വന്ന് ധർമ്മരാജന്റെ മൊഴിയടക്കം പറയുന്നുണ്ടല്ലോ.
അങ്ങ് കെ സുരേന്ദ്രനെ ഇതിൽ നിന്ന് ഒഴിവാക്കാനാണോ എന്ന എന്റെ രാഷ്ട്രീയ ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ അങ്ങ് ധർമ്മരാജന്റെ മൊഴി ഓർത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. അല്ല, അതുമായി ബന്ധപ്പെട്ട സംഘടിപ്പിക്കുന്നു വേണ്ടതേ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്കുണ്ട്. അതിന്റെ ആ മൊഴി കണ്ടത് മൊഴിയില്ല, ചാനലിൽ നിന്നാണ് ഞാൻ ആ മൊഴി കണ്ടത്. അല്ല, ധർമ്മരാജൻ മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട്, പോലീസിനോട് തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് പറഞ്ഞ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ തുക 25 ലക്ഷമാണ്. 25 ലക്ഷം രൂപയാണ് അദ്ദേഹം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. 3.5 കോടി രൂപയിട്ട് 4 ദിവസം. ധർമ്മരാജന്റെ പരാതിയല്ല, ഡ്രൈവറുടെ പരാതി. ആ ഡ്രൈവറുടെ പരാതി അതാണ് ചോദിക്കുന്നത്. ധർമ്മരാജന്റെ നഷ്ടപ്പെട്ട പണത്തിന് മേൽ ധർമ്മരാജൻ ഇല്ലാത്ത വേദന 4-ാം ദിവസം വെളുപ്പാങ്കാലത്ത് ഡ്രൈവർക്ക് മാത്രം പൊട്ടിമുളച്ചുണ്ടാവുകയും 3.5 കോടിക്ക് പകരം 25 ലക്ഷം രൂപ മാത്രമേ എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ ഞാൻ എഫ്ഐആറിന്റെ കാര്യമാണ് പറയുന്നത്, മൊഴിയുടെ കാര്യമല്ല. അങ്ങ് മൊഴിയുടെ കാര്യമാണ് പറയുന്നത്. ഈ മൊഴിയെടുപ്പൊക്കെ അന്വേഷണം ആവർത്തിച്ചതിന് ശേഷമുള്ള കാര്യമല്ല പറയുന്നത്. ഈ മൊഴിയെടുപ്പൊക്കെ ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായി പരാതി കൊടുത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണല്ലോ. ഈ എഫ്ഐആറിൽ 4 ദിവസത്തിന് ശേഷം നഷ്ടപ്പെട്ട തുകയുടെ 10-12 മാത്രം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ അതിലൊരു റോഡ് സൈഡ് റോബറി മാത്രമാണ്, അതിൽ കള്ളപ്പണമില്ല എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ പച്ചരി പോലും കഴിച്ച് ജീവിക്കരുത് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ജനങ്ങളിലേക്ക് വരാം. ശ്രീ PM മാർഷോ, അങ്ങനെ CPM-ന്റെ ശരി, ഇരിങ്ങാലക്കുട കോടതിയൊക്കെ തീരുമാനിച്ചോളും. പക്ഷേ ഈടിക്ക് ഞാനില്ലെന്നേ അങ്ങ് വക്കീൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ധർമ്മരാജന്റെ വക്കീലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ധർമ്മരാജന്റെ വക്കീലാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങ് ധർമ്മരാജന്റെ വക്കീലിന്റെ പണിയെടുക്കേണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ, എനിക്ക് അങ്ങോട്ട് ബഹുമാനമുണ്ട്. അങ്ങ് ധർമ്മരാജന്റെ വക്കീലിന്റെ പണിയെടുക്കേണ്ടെന്ന് ഞാൻ പറയില്ല, എനിക്ക് അങ്ങോട്ട് ബഹുമാനമുണ്ട് കേട്ടോ, എനിക്ക് അങ്ങോട്ട് ബഹുമാനമുണ്ട്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പണിയാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ മാധ്യമ പ്രവർത്തകയും അങ്ങ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയുമാണ്. ഞാനിവിടെ ജഡ്ജിയുടെ പണിയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങ് ധർമ്മരാജന്റെ വക്കീലിന്റെ പണിയാണോ എടുക്കുന്നത് എനിക്ക് സ്വാഭാവികമായും ചോദിക്കാൻ ഞാൻ ചോദിക്കില്ല, എനിക്ക് അങ്ങോട്ട് ബഹുമാനമാണ്. പക്ഷെ ഞങ്ങൾ ഞാനൊരു പാനലിസ്റ്റിനെയാണ് ആവശ്യപ്പെട്ടത്. ശരി, സ്വാഭാവികമായും. പക്ഷെ കോടതി വിധിക്ക് ശേഷമല്ല അങ്ങിന്ന് ചർച്ചയ്ക്ക് വരുന്നത് എന്ന് അങ്ങ് ഇൻഫോംഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.